ആർ.എസ്.പിയുടെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചു. മിനീഷ് കുമാർ വിശദാംശങ്ങളുമായി ചേരുന്നു. മിനീഷ്, കടുത്ത അതൃപ്തിയാണോ രേഖപ്പെടുത്തുന്നത്? ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കൊടുത്ത സീറ്റുകളിലൊക്കെ, കൊല്ലത്ത് പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെ തന്നെ ആർ.എസ്.പിയുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് തന്നെയാണ് എന്ന പൊതുവികാരമാണോ ഉയർന്നിരിക്കുന്നത്? എന്താണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗം കാര്യങ്ങളെ എങ്ങനെ പരിശോധിക്കും? പ്രജീഷ്, കഴിഞ്ഞ ഒരു മണിക്കൂറായി തുടരുന്ന ആർ.എസ്.പിയുടെ അടിയന്തര സെക്രട്ടേറിയറ്റ് ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ തുടരുകയാണ്. അടിയന്തര പ്രാധാന്യമുള്ള രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ അടിയന്തര സെക്രട്ടേറിയറ്റ് കൂടുന്നത്. അതിൽ പ്രധാനമായും പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ആർ.എസ്.പിക്ക് സ്വാധീനമുണ്ടായിരുന്ന മേഖലകളിൽ പോലും കനത്തൊരു തിരിച്ചടി ആർ.എസ്.പിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് കോൺഗ്രസിൽ നിന്നുള്ള വളരെ ആസൂത്രിതമായ ഗൂഢ നീക്കത്തിലൂടെയാണ്. പ്രത്യേകിച്ചും പല മേഖലകളിലൊക്കെ തന്നെ ആർ.എസ്.പി മത്സരിച്ച മേഖലകളിൽ വാർഡുകളിലൊക്കെ റെബലുകളെ നിർത്തുകയും മറ്റ് മേഖലകളിലൊക്കെ ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബി.ജെ.പിക്ക് വേണ്ടി വോട്ട് മറിച്ചു എന്നുള്ളൊരു ശക്തമായ ആരോപണം ആർ.എസ്.പിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. മറ്റൊന്ന് പ്രധാനമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അവിടെ ഒഴിവ് വന്ന ഒരു അംഗം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ആർ.എസ്.പി കഴിഞ്ഞ ദിവസം രേഖാമൂലം തന്നെ UDF-നെ അറിയിച്ചിരുന്നു. ആ അംഗത്തെ ലഭിക്കുമെന്നുള്ള ഒരു ധാരണയിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉറപ്പ് തന്നെയാണ് ആർ.എസ്.പിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഭാരം ഇന്നലെ പുറത്തു വന്നപ്പോൾ നമുക്കറിയാം അജിത് അറയിലാണ് ആ ഒരു സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടത്. ഇതിലൊരു കടുത്ത അമർഷം ആർ.എസ്.പിക്കുണ്ട്. ഇന്ന് രാവിലെ തന്നെ വിവിധ ജില്ലാ മേഖലകളിലുള്ള നേതാക്കൾ, പ്രാദേശിക നേതാക്കളടക്കം തന്നെ ആർ.എസ്.പിയുടെ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു. കോവൂർ കുഞ്ഞുമോൻ ഉൾപ്പെടെ കടുത്ത പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. അടിയന്തരമായി തന്നെ UDF വിടണമെന്ന ഒരു ആലോചന, അത്തരത്തിലൊരു പ്രഖ്യാപനമാണ് RYF, അതായത് യുവജന സംഘടനയിൽ നിന്ന്, ആർ.എസ്.പിയുടെ യുവജന സംഘടനയിൽ നിന്നും വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കൊല്ലത്ത് നിന്നും ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് തന്നെ വളരെ തുറന്ന മനസ്സോടുകൂടി RYF-ന്റെ നേതാക്കൾ പ്രതികരിച്ചത്. NK പ്രേമചന്ദ്രൻ MP കടുത്ത ഭാഷയിലാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈ നിലപാടുമായി UDF-ൽ തുടർന്നു പോകാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. മുമ്പ് നമുക്കറിയാം ഡെപ്യൂട്ടി സ്പീക്കർ അടക്കമുള്ള സ്ഥാനത്തിന് വേണ്ടി അടിയന്തരമായ ആവശ്യം അന്ന് ആർ.എസ്.പി ഉന്നയിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ UDF ചെവിക്കൊണ്ടിട്ടില്ല. മാത്രമല്ല, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ അവിടെ ഒരു ആർ.എസ്.പിക്ക് ഒരു അംഗം, ശാശ്വതമായ ഒരു അംഗം ഉണ്ടായിരുന്നതാണ്. ആ ഒരു പരിഗണന പോലും ഇപ്പോൾ ഇത് പരിഗണിക്കുമ്പോൾ അറിഞ്ഞില്ല. പത്രമാധ്യമങ്ങളിൽ നിന്ന് മാത്രമാണ് അവിടെ ആരാണ് പുതിയ ഒരു ആളെ നിയമിച്ചത്, ഒഴിവന്ന ഒരംഗത്തിൽ പുതിയൊരാളെ നിയമിച്ചതെന്ന് അറിയുന്നത് തന്നെയാണ്. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം, ഇന്നലെ ഈ ഒരു മന്ത്രിസഭാ യോഗത്തിൽ ഈ ഒരു പ്രഖ്യാപനം വരുമ്പോൾ തന്നെ സംസ്ഥാന സെക്രട്ടറി A അസീസുമായി നമ്മൾ ഒരു അഭിമുഖത്തിൽ ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പോലും A അസീസ് പറഞ്ഞത് ശക്തമായ ഒരു ആവശ്യം ഇത് സംബന്ധിച്ച് നമ്മൾ ഉന്നയിച്ചിരുന്നു, ആ ആവശ്യം പരിഗണിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ്. പക്ഷേ ഇത് അദ്ദേഹം സംസാരിക്കുമ്പോൾ പോലും ഇന്നലെ ആ സമയത്ത് തന്നെ ആരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റെന്നും അവിടെ പുതുതായി നിയമിതനായ അംഗത്തെയും ഒക്കെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ അതുപോലും രേഖാമൂലം ആവശ്യപ്പെട്ടൊരു കാര്യം പോലും അറിയിക്കാൻ, ആർ.എസ്.പിയുടെ നേതൃത്വത്തെ അറിയിക്കാനായിട്ട് UDF സംവിധാനമോ മുഖ്യമന്ത്രിയോ സർക്കാരോ തന്നെ തുനിഞ്ഞില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കടുത്ത അതിനിടെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗം ആർ.എസ്.പിയുടെ ചേരുന്നത്.